വെൽക്കം ബാക്ക് ടു മയൂരീസ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റീസൈക്ലിംഗ് ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മനോഹരമായ ഒരു ഡ്രൈ ഫ്ലവർ ബൊക്കെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മുടെ വീട്ടിൽ തന്നെ സുലഭമായി കിട്ടുന്ന പല സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്തതാണ്. അതുപോലെ നമ്മുടെ ചുറ്റും നമ്മുടെ വീടിൻ്റെയും പറമ്പിലൊക്കെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. അത് ചെറിയ രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്യുകയോ പോളിഷ് ചെയ്തെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിമനോഹരമായ ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള ബൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ വീടിൻ്റെ അടുത്തുള്ള പറമ്പിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നടക്കാനൊക്കെ പോകുമ്പോൾ ശേഖരിച്ച ചില വിത്തുകൾ, സീഡ്സ്, കായ്കളൊക്കെയാണ്. ഇത് ഏക്കോൺ എന്ന് പറഞ്ഞൊരു കായാണിത്. ഇത് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് നമ്മുടെ പിസ്താഷ്യോടെയൊക്കെ തോടുകൾ വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതിന് മനോഹരമാക്കി ഇത് കുറച്ച് ഫില്ലിംഗ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലീവ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ ചോളത്തിൻ്റെ തൊലി ഉണക്കിയത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഞാനിത് തിളപ്പിച്ചതിൻ്റെ കളർ ചേർത്തതെന്ന് ഞാൻ എൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു ഷോർട്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഇതിൻ്റെ തൊലി എടുത്തിട്ട് കുറച്ച് മഞ്ഞളിട്ട് വെള്ളം തിളപ്പിച്ച് അത് ഉണക്കിയെടുത്തതാണ് ഈ തൊലികളെല്ലാം. അത് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തൊലികളാണ്. അപ്പോൾ ഒത്തിരി ഡ്രൈ ആകാതെ സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഞാൻ പല തവണയായിട്ട് കളക്ട് ചെയ്ത് വെച്ച പിസ്താഷ്യോയുടെ ഷെൽസാണിത്. ഇത് നമുക്ക് കളർ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് അല്ലികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ഇതുപോലെ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് ചെടികളുടെ വിത്താണ്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഐറിസ് എന്ന് പറഞ്ഞൊരു ചെടിയുടെ വിത്താണിത്. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് മനോഹരമായ പേൾസ് പോലെയുള്ള ഓറഞ്ച് കളറിലുള്ള മുത്തുകൾ പോലെയുള്ള കായ്കൾ കണ്ടു. അപ്പോൾ അതും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് ചില മരങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ചെറിയ കായ്കളാണിതൊക്കെ. അപ്പോൾ ഇതും ഉണക്കിയെടുക്കുക. അതേപോലെ ഈ കളറിലാണെങ്കിലും കുഴപ്പമില്ല. ഇത് കുറച്ച് നാൾ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കളർ ഫെയ്ഡ് ആകും, എന്നാലും സാരമില്ല, അതിനൊരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നതാണ്. അതേപോലെ ഈ കാണുന്ന ചെറിയ കുഞ്ഞ് കായ്കളും മനോഹരമായിട്ട് എനിക്ക് തോന്നി. ഇതിന് എൻ്റെ ഈ ഡ്രൈ ഫ്ലവർ ബൊക്കയ്ക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഇത് പല കളറിൽ ഉണ്ട്. എനിക്ക് തോന്നുന്നു പഴുത്തൊക്കെ കഴിയുമ്പോൾ വേറെ കളറായി മാറും. ഇത് ഉണങ്ങി താഴെ വീണെന്നാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് ഒരു ഹോഴ്സ് ചെസ്റ്റ്നട്ട് എന്ന് പറയുന്ന ഒരു കായാണ്. ഇതും നമ്മുടെ പാർക്കിൻ്റെ സൈഡിലൊക്കെയുള്ള മരങ്ങളിൽ നിന്നൊക്കെ താഴെ വീണ് കിടന്നപ്പോൾ നല്ല ഷൈനിങ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് അതും എടുത്തത്. ഇത് ഏക്കോൺ എന്ന് പറഞ്ഞ ചെടി ഞാൻ പറഞ്ഞു നേരത്തെ. ഏക്കോൺ എന്ന് പറഞ്ഞൊരു കായാണിത്. ഇത് മനോഹരമായിട്ടുള്ള ഒരു കായാണ്. ഇത് നമുക്ക് പല കളറിലുള്ള ഷെയ്ഡിൽ മെറ്റാലിക് കളേഴ്സ് അല്ലെങ്കിൽ ഗോൾഡൻ ആൻഡ് സിൽവർ കളേഴ്സൊക്കെ നമുക്കിതിനകത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയ ഫ്ലവേഴ്സ് എങ്ങനെയാണ് നമ്മുടെ പിസ്താഷ്യോയുടെ ഷെൽസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇതുപോലത്തെ ചെറിയ കമ്പികൾ വേണം അത് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എൻ്റെ പല ഫ്ലവർ മേക്കിംഗ് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതെങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഫിക്സ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ലീവ്സ് ഉണ്ടാക്കുന്നത് കട്ട് ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് എൻ്റെ ഒത്തിരി വീഡിയോസ് ഞാൻ പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കണം. ഒത്തിരി മനോഹരമായ ഫ്ലവർ മേക്കിംഗ് വീഡിയോസ് ക്രേപ്പ് ഫ്ലവേഴ്സൊക്കെ ക്രേപ്പ് പേപ്പേഴ്സ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു ചെറിയ കാർഡ്ബോർഡ് സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം ഇതിന് ചുറ്റുമായിട്ട് ഒരു നമ്മുടെ ലോട്ടസ് ഫ്ലവേഴ്സ്, താമരപ്പൂവിൻ്റെയൊക്കെ ഒരു ആകൃതിയിൽ അല്ലെങ്കിൽ റോസാപ്പൂവിൻ്റെ ഇതളുകളൊക്കെ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് ഇങ്ങനെ പെട്ടെന്നായിട്ട് നമ്മുടെ ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഫിക്സ് ആയി കിട്ടുന്നതാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതുപോലെ പെയിൻറ്റ് നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ആണെങ്കിൽ ഓരോ പെറ്റലായിട്ട് എടുത്ത് കളർ ചെയ്യുമായിരുന്നു. അത് ഒത്തിരി ടൈം എടുക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ ഇങ്ങനെ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള പെയിൻറ്റ് പെട്ടെന്ന് തന്നെ അടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ എൻ്റെ അകത്തുള്ള ഭാഗത്തെല്ലാം ചെല്ലുന്നതായിരിക്കും. എൻ്റെ ബാക്ക് സൈഡിലും ഒക്കെ നമുക്ക് ഇതേ സെയിം കളറിലുള്ള പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ നാച്ചുറൽ കളർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് മെറൂൺ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി കോൺ ഹസ്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ പൂ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമ്മുടെ ചോളത്തിൻ്റെ പുറത്തുള്ള ആ ഒരു തൊലിയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ്, ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ പല കളറിലുള്ള അക്രിലിക് കളേഴ്സൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മഞ്ഞളിൻ്റെ പൊടി ഇട്ടിട്ടാണ് ഈ ഒരു കളർ ഉണ്ടാക്കിയെടുത്തത്. അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുത്ത് നമുക്ക് ആവശ്യമുള്ള കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ക്രേപ്പ്
പേപ്പർ വെച്ചിട്ട് ഞാൻ ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് അതൊന്ന് ചെക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നടുക്ക് വെച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മടക്കി താഴോട്ട് വെച്ച് കഴിഞ്ഞ് സ്ട്രെച്ച് ചെയ്താൽ ഇതേപോലെ ക്രേ പേപ്പർ നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ വരുന്ന പോലെ തന്നെ ഇതും വരുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ നടുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഫെൽറ്റിൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഒരു ടിഷ്യൂ പേപ്പർ വട്ടത്തിൽ ഇതുപോലെ ഒരു ബീഡ്സ് പോലെ ആക്കിയിട്ട് അതിന് ചുറ്റും ഈ ഒരു ഫെൽറ്റ് ക്ലോത്ത് വെച്ച് കവർ ചെയ്തു. അതിനുശേഷം അതിന് ചുറ്റും നമുക്ക് കുറച്ച് അല്ലികൾ വയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് കടകളിലൊക്കെ കിട്ടുന്ന അല്ലികളാണ്. ഞാൻ എൻ്റെ എല്ലാ ഫ്ലവർ മേക്കിങ്ങിലും കാണിച്ചിട്ടുള്ള ഒരു അല്ലികളാണിത്. ഇത് നമുക്കിതിന് ചുറ്റും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള അത്രയും വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ടാണ് രണ്ട് സൈഡിലുമായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഹോട്ട് ഗ്ലൂ തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഉണ്ടാക്കിയെടുത്ത എല്ലാ പെറ്റൽസും അതിന് ചുറ്റും വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഒരു ലെയറായിട്ടോ 2 ലെയറായിട്ടോ ഒക്കെ ഈ പെറ്റൽസ് വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു പെറ്റൽസ് നിങ്ങൾക്ക് യെല്ലോ കളർ മാത്രമല്ല പല കളറിലുണ്ടാക്കുക. അപ്പോൾ മാച്ചിങ് കളേഴ്സിലുണ്ടാക്കുക. അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ കളർ തന്നെ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഓയിൽ പാസ്റ്റൽസ് ചെറുതായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്റൽ കളേഴ്സ് ചെറുതായിട്ടൊന്ന് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു നാച്ചുറലായിട്ടുള്ളൊരു ടിൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒട്ടിച്ചെടുത്തിട്ട് നമ്മുടെ ഫ്ലോറൽ ടേപ്പ് ഗ്രീൻ കളറിലുള്ള ടേപ്പോ അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള ഒരു ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ സ്റ്റെം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. അങ്ങ് താഴെ വരെ ഒന്നും ഒട്ടിക്കേണ്ട കാര്യമില്ല. നമുക്ക് താഴെയൊന്നും കാണുന്നില്ല അധികമായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം മാത്രം ഒന്ന് കവർ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതേപോലെ എല്ലാ ഫ്ലവേഴ്സും ഒട്ടിച്ചെടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഉപയോഗിച്ചിരിക്കുന്ന മിക്കവാറും എല്ലാ ഐറ്റംസും നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലായിട്ട് നമ്മൾ കളയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപറമ്പിലൊക്കെ കിട്ടുന്ന സാധനമാണ്. ഇതിനകത്ത് അത്ര നമ്മൾ എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഭംഗിയായിട്ട് നമുക്ക് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ ഒരു ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ഇതേപോലത്തെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഗ്രീൻ ക്രേ പേപ്പർ വെച്ചിട്ടാണ് എൻ്റെ ലീവ്സൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എങ്ങനെയാണെന്ന്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതുപോലത്തെ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഇലകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു സാധാരണ ബേസിക് ലീഫാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റോസ് ഫ്ലവേഴ്സിനൊക്കെ വെക്കുന്ന രീതിയിലുള്ള ലീഫാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി ഉണ്ടാക്കിയാൽ നമുക്ക് ഒത്തിരി ഫില്ലിങ്സ് ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്ന സ്പേസിലൊക്കെ എംറ്റി ആയിട്ടുള്ള സ്പേസിലൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചെറിയ പുല്ലിൻ്റെ ആകൃതിയിലുള്ള ലീവ്സും ഒക്കെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒട്ടിക്കാതെ തന്നെ ജസ്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ടീസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ അറ്റം നമുക്കൊരു കത്രികയോ വല്ലതും വെച്ച് ടീസ് ചെയ്ത് കൊടുത്താൽ നല്ല വളഞ്ഞിങ്ങനെ വരും. പുല്ല് പോലത്തെ ഷേപ്പിലൊക്കെ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലീവ്സൊക്കെ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ചെറിയ ഫ്ലവേഴ്സാണ്. പിസ്താഷ്യോയുടെ ഷെൽസ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനകത്ത് 3 പെറ്റൽസാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആ കമ്പിയിൽ ഈ ബീഡ്സ് വെച്ചതിന് ശേഷം അതിന് ചുറ്റും 3 പെറ്റൽ പോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ചെറിയ ഒരു ഫ്ലവേഴ്സ് അതിന് പല കളറിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് ഒട്ടിച്ചു വയ്ക്കാം. അതേപോലെ തന്നെ ഈ കാണുന്ന ചെറിയ ബീഡ്സ് ഒന്നുമില്ല. ഇത് ഞാൻ ജസ്റ്റ് ഹോട്ട് ഗ്ലൂ തന്നെ ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു നെയിൽ പോളിഷ് വെച്ച് കവർ ചെയ്തിരിക്കുന്നതാണ്. അത് വളരെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനത്തെ 2-3 എണ്ണം ഒന്നിച്ച് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. കുലകൾ പോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ ടോയ്ലറ്റ് റോൾസ് വെച്ചിട്ട് വട്ടത്തിൽ ഇതുപോലെ ഒട്ടിച്ചിട്ട് അതിനകത്ത് നമ്മുടെ തെർമോക്കോളിൻ്റെ ചെറിയ പീസസ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഫ്ലവർ വേസായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത എല്ലാ ഫ്ലവേഴ്സും ഇനി അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ അറേഞ്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹൈറ്റിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ഒത്തിരി പൊങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒത്തിരി സ്പേസ് കാണും. അവിടെയൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി മെറ്റീരിയൽസ് വേണ്ടി വരും നിങ്ങൾക്ക്. അതുകൊണ്ട് കുറച്ച് ഹൈറ്റ് കുറച്ച് ചെറിയൊരു ഫ്ലവർ ബൊക്കയുടെ ഒരു ഹൈറ്റ് മാത്രം മതിയാവും നമുക്ക്. സിസേഴ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ടീസേഴ്സ് ഉപയോഗിച്ച് നമുക്കിത് താഴേക്ക് ഉറപ്പിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ മനോധർമ്മം അനുസരിച്ച് നിങ്ങളുടെ ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. പിന്നെ അത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് വെക്കുന്ന ചില കായ്കളൊക്കെ ചിലപ്പോൾ ശരിക്കും ഡ്രൈ ആവാത്തതാണെങ്കിലും കുഴപ്പമില്ല. അത് അവിടെ ഇരുന്ന് തന്നെ ഡ്രൈ ആയിട്ട് അതിൻ്റെ നാച്ചുറൽ ലുക്ക് തരുന്നതായിരിക്കും. അതപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മൾ ഒരു ഹാഫ് വേ ആയിട്ടുണ്ട്. പകുതി ജോലി നമ്മുടെ കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അതൊരു നല്ലൊരു ബൊക്കയുടെ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഇതേപോലത്തെ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും കായ്കളോ അതിൻ്റെ സീഡ്സോ ഒക്കെ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എനിക്കൊന്ന് നമ്മുടെ നാട്ടിലെ മഹാഗണിയുടെയൊക്കെ അതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, കളറൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പല പല സാധനങ്ങൾ ഇതുപോലത്തെ അവൈലബിൾ ആയിട്ടിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ അറിവുകൾ ഇതുപോലെ ഷെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.